പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ കോവിഡ് കാലത്ത് കുട്ടികൾക്ക് ഈ രോഗത്തെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീടുകളിലിരുന്ന് അവർക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കാനും അതിനുള്ള വ്യക്തമായ മറുപടി കൊടുക്കാനും ഒരു ഡോക്ടർക്ക് സാധിക്കും. ഡോക്ടേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട നടത്തിയ ഒരു പ്രവർത്തനമാണിത്. കുട്ടികൾ അവരുടെ സംശയങ്ങൾ ഡോക്ടർ അജ്മലുമായി സംവദിക്കുകയാണ് ഇവിടെ. വടകര ആശാ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വിഭാഗം ഡോക്ടറാണ് ഡോക്ടർ അജ്മൽ. അദ്ദേഹം MJ ഹോസ്പിറ്റലിലും വില്യാപ്പള്ളി MJ ഹോസ്പിറ്റലിലും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കുട്ടികളുടെ സംശയങ്ങൾക്ക് വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം മറുപടി പറയുകയാണ് ഇവിടെ. ഏറെ തിരക്കിനിടയിലും ഇതിന് സമയം ചെലവഴിച്ച അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ഹദിഷ്മൈൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം. അറിവില്ലായ്മ മാറ്റിത്തന്ന അധ്യാപകരെയും രോഗം വന്നപ്പോൾ രോഗം മാറ്റിത്തന്ന ഡോക്ടർമാരെയും നാം ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന പഴമൊഴി ഞാൻ ഇന്നും ഓർക്കുന്നു. ഡോക്ടർ, COVID-19 വൈറസ് രോഗബാധയുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഒരിക്കൽ കൂടി ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. താങ്ക് യു. ഞാൻ ദേവാഞ്ജന എസ് മനോജ്, കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സർ, ഏറെ ആശങ്കയോട് കൂടിയാണ് ഞാൻ COVID-19 എന്ന മഹാരോഗത്തെ നോക്കിക്കാണുന്നത്. കാരണം കുട്ടികൾക്ക് വാക്സിൻ ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ കോവിഡിൻ്റെ വകഭേദങ്ങൾ വാക്സിൻ സ്വീകരിക്കാത്തവരെയാണ് ബാധിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ശരിയാണോ സർ? നമസ്കാരം, എൻ്റെ പേര് ദേവിന. കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സർ, COVID-19 ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആർക്കൊക്കെയാണ്? ഡോക്ടറെ, ഞാൻ ഗംഗ മനോജ് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ സംശയം കോവിഡിനെ കുറിച്ചാണ്. ദിവസവും 2-3 പ്രാവശ്യം ആവി പിടിച്ചാൽ നമുക്ക് കോവിഡ് വരാതിരിക്കുമോ? കോവിഡ് വന്നവർക്ക് ആവി പിടിച്ചാൽ വല്ല മാറ്റവും ഉണ്ടാവുമോ? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ ഒന്ന് വിശദമായി പറഞ്ഞു തരുമോ? ഡോക്ടർ, ഞാൻ ഐഷ നസ്രീൻ 5ാം തരത്തിൽ പഠിക്കുന്നു. നാം ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് കൊറോണ വൈറസ്. കൊറോണ വൈറസിനെ തടയാൻ വേണ്ടി നാം എല്ലാവരും വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമാണ്. വാക്സിൻ പല കമ്പനികളിലായി നിർമ്മിക്കപ്പെടുന്നു. അതിൽ ഏറ്റവും ഫലപ്രദമായ വാക്സിൻ ഏതാണെന്ന് സാർ പറഞ്ഞു തരുമോ? എൻ്റെ പേര് ആരാധ്യ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ കോവിഡ് പോസിറ്റീവായ ആൾക്കാരുണ്ടെങ്കിൽ കുട്ടിയായ ഞാൻ എന്ത് മുൻകരുതൽ എടുക്കണം? കുട്ടികളായ ഞങ്ങൾക്ക് എപ്പോൾ വാക്സിൻ നൽകി തുടങ്ങും? ഡോക്ടറെ നമസ്കാരം, ഞാൻ അലൈന MS 7ത്തിലാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ കൊറോണയ്ക്ക് ആയിട്ട് വീട്ടിലാണ്. അപ്പോൾ കൊറോണയെ സംബന്ധിച്ചിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ കൊറോണ വന്നിട്ട് അധികം ആൾക്കാരും ഹോം ക്വാറന്റൈനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സർ, ഞാൻ ഇഷാൻ ഷെനീഫ്. ഞാൻ കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം, വലിയവർക്ക് വാക്സിൻ അടിക്കുന്ന പോലെ കുട്ടികൾക്കും വാക്സിൻ അടിക്കണോ? അതുപോലെയുള്ള മരുന്ന് കുട്ടികൾക്കുമുണ്ടോ? COVID-19 3ാം തരം കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ ഡോക്ടർ. ശരിയാണോ ഡോക്ടർ? ഹലോ, ഡോക്ടർ സാറല്ലേ? ഞാൻ കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥി മുതുരാഗാണ്. ഞാൻ സംശയം ചോദിക്കട്ടെ? ആരെല്ലാമാണ് COVID-19 വൈറസ് ബാധയെ ഗൗരവമായി എടുക്കേണ്ടത്? നമസ്കാരം, ഞാൻ തന്മയ രമേശ്, കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂൾ 5Bയിൽ പഠിക്കുന്നു. കോവിഡിനെ കുറിച്ച് ചില സംശയങ്ങൾ എനിക്കുണ്ട്. അത് ഞാൻ ഡോക്ടറോട് ചോദിക്കുകയാണ്. ഡോക്ടറെ, രോഗസംക്രമണം തടയാൻ എന്തു ചെയ്യാൻ കഴിയും? ഡോക്ടർ ഒന്ന് പറഞ്ഞു തരാം. എൻ്റെ പേര് മുഹമ്മദ് ഷാദി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡോക്ടർ സാർ, എനിക്ക് ചോദിക്കാനുള്ളത് COVID-19 എപ്പോഴാണ് ജീവന് ഭീഷണിയാവുന്നത്? ഹലോ ഡോക്ടർ, ഞാൻ തേജലക്ഷ്മി. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് കോവിഡിനെ പറ്റി ഒരു സംശയമുണ്ട്. കോവിഡിന്റെ പുതിയ വകഭേദമായ ഡെൽറ്റ പ്ലസിനെ
പറ്റി പത്രത്തിലൊക്കെ വായിക്കാൻ കഴിഞ്ഞു. എൻ്റെ സംശയം ഈ ഡെൽറ്റ പ്ലസ് കോവിഡ് വാക്സിനേഷൻ എടുത്ത ആളുകളെ ബാധിക്കുമോ എന്നതാണ്. എന്തൊക്കെയാണ് പുതിയ വകഭേദത്തിൻ്റെ ലക്ഷണങ്ങൾ? സർ, ഞാൻ മുഹമ്മദ് റോഷൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സർ, കൊറോണ വൈറസ് ബാധ മരണകാരണമാവാറുണ്ടോ? ഞാൻ മുഹമ്മദ് സിനാസ് AEDയിൽ പഠിക്കുന്നു. 2ാം ഡോസ് കോവിഡ് വാക്സിൻ വൈകിപ്പോയാൽ കുഴപ്പമുണ്ടോ? ഹലോ ഡോക്ടർ, എന്റെ പേര് വൈഗ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ. ഞങ്ങൾ കുട്ടികൾക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ ഡോക്ടർ സർ? നമസ്കാരം സർ, എന്റെ പേര് ആവണി ആർഎസ്. ഞാൻ 7ാം തരത്തിൽ പഠിക്കുന്നു. സാറിന്റെ ചോദ്യം, കോവിഡ് പോസിറ്റീവ് രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? എന്റെ പേര് അനാമിക. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡോക്ടർ, പത്രങ്ങളിലൊക്കെ ധാരാളം വാർത്തകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു വാക്കാണ് ഹാപ്പി ഹൈപ്പോസിയ. ക്വാറന്റൈൻ പോലെ തന്നെ ഒരു വാക്കാണോ ഹാപ്പി ഹൈപ്പോസിയ? ഒന്ന് മനസ്സിലാക്കി തരുമോ? ഡോക്ടർ, ഞാൻ നിഹാര, 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ? ഡോക്ടറുടെ നിർദ്ദേശം എന്ത്? എൻ്റെ പേര് ഹർഷിത PK, 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ പ്രതിരോധശേഷി വർദ്ധിക്കുമല്ലോ, അത് എത്ര കാലം നീണ്ടു നിൽക്കും? കാർത്തികപ്പള്ളി നമ്പർ 1 UP സ്കൂളിലെ അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഏകദേശം കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഈ കോവിഡ് മഹാമാരിയുടെ പിടിയിലാണ്. നമ്മുടെ സ്കൂളുകളൊക്കെ അടച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയി ഏകദേശം 1.5 വർഷത്തോളം. അതിൻ്റെ 1ാം തരംഗവും 2ാം തരംഗവും എല്ലാം നമ്മൾ പിന്നിട്ടു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ സ്കൂളിലെ കുട്ടികളോട് ഇതിനെക്കുറിച്ച് അവരുടെ കുറച്ച് സംശയങ്ങളുമായി സംവദിക്കാൻ എനിക്ക് അവസരം നൽകിയ ഇവിടുത്തെ അധ്യാപകരോട് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കോവിഡ് രോഗം, അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം. ഇവൻ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. കോവിഡ് എന്ന് പറയുന്നത് ഒരു പുതിയ വൈറസായിരുന്നു, ഒരു RNA വൈറസാണ്. അത് അതിൻ്റെ 1ാം തരംഗത്തിൽ നമ്മുടെ നാടുകളിൽ കുറേ പ്രായം കൂടുതലുള്ള ആളുകളെ ബാധിക്കുകയും പ്രായം കുറഞ്ഞ ആളുകളെ ബാധിച്ചുവെങ്കിലും അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോവുകയും ചെയ്തു. അതിൽ നിന്ന് ഒക്കെ വിഭിന്നമായി 2ാം തരംഗമായപ്പോൾ അത് പിടിപെടുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടി, ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുകയും ആ അവസരത്തിൽ ശരിക്കും നമ്മൾ ഈ കോവിഡ് ബാധിക്കുന്നതിൽ കൂടുതൽ സീരിയസ് വിഷയങ്ങൾ വരുന്നത് കുറച്ച് ശതമാനം ആളുകൾക്ക് തന്നെയാണ്. ഒരു 10% അതല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആളുകളിൽ മാത്രമാണ് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ 2ാം തരംഗം എത്തിയപ്പോൾ അത് പിടിപെടുന്ന ആളുകളുടെ എണ്ണം കൂടിയതിന് ആനുപാതികമായി ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നവരും ICUലാവേണ്ടി വന്നവരും അവരുടെയൊക്കെ എണ്ണം ഒരുപാട് കൂടി. അതുമാത്രമല്ല, ആദ്യ തരംഗങ്ങളിൽ നമ്മൾ പ്രായം കൂടുതലുള്ള ആളുകൾ മാത്രമായിരുന്നു. പക്ഷേ 2ാം തരംഗങ്ങളിൽ കുറേ ചെറുപ്പക്കാരായ ആളുകൾ കൂടെ ഇതിൻ്റെ അസുഖത്തിൻ്റെ തീവ്രതയിൽ പെട്ടുപോയി എന്നുള്ളതും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറേ സംവാദങ്ങൾ അതിലുണ്ടായിരുന്നുവെങ്കിലും ഈ വൈറസിനെ നമ്മളൊരു വലിയ വിഷയമാക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള സംവാദം ഒരു ഭാഗത്തുണ്ടായിരുന്നെങ്കിലും നമുക്കിപ്പോൾ വ്യക്തമാണ് ഇതൊരു സാധാരണ വൈറസ് അല്ല. ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിടിപെടുന്ന 10% താഴെ ആളുകൾക്കാണ് ഈ കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത് എങ്കിലും അത് പല രീതിയിലുണ്ട്. ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെയും ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെയും ഞരമ്പുകളുടെ പ്രവർത്തനത്തെയും എല്ലാം ബാധിക്കുന്ന രീതിയിൽ ഇത് വലിയ രീതിയിലുള്ള അസുഖം തന്നെ. ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളായി, കുറച്ച് നാളുകൾ കൊണ്ട് മാറുന്ന അസുഖങ്ങളായി, ഇങ്ങനെ പല രൂപത്തിൽ ഇത് സംഹാര താണ്ഡവം ആടി എന്ന് തന്നെ നമുക്ക് പറയണം. ഈ 2ാം തരംഗത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോഴും പറയാറായിട്ടുള്ളൂ. ഇപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മുക്തരായിട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് ഈ സ്കൂളിലെ കുട്ടികളോട് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുട്ടികളിൽ ഇത് ഏത് രീതിയിലാണ് നമുക്കിത് ബാധിച്ചത് എന്നുള്ളത് കൂടെ ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് വേണം പറയാൻ. ഇത് തുടങ്ങിയ ആ കാലം മുതൽ തന്നെ കുട്ടികളിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ലോകത്ത് എവിടെയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് പകരുന്നത് കുറവാണ്. ഒരുപാട് ആളുകൾക്ക് കുട്ടികൾക്ക് അസുഖം കിട്ടുന്നുണ്ടെങ്കിലും
അത് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും വളരെ നിസ്സാരമായ അസുഖമായിട്ടാണ് കോവിഡ് ഇത്രയും നാള് പെരുമാറിയിട്ടുള്ളത്. ഒരു 70-80% ആളുകൾക്ക് ഈ കാര്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ തന്നെ കുട്ടികളിൽ ഇത് കാണിക്കാറില്ല. കുറച്ച് ശതമാനം കുട്ടികൾക്ക് സാധാരണ നമ്മൾ കാണുന്ന ഒരു വൈറൽ പനി പോലെ 2-3 ദിവസം ചെറിയ പനി, ചെറിയ വയറിളക്കം, ഛർദി, മേലുവേദന, അതുപോലെ നിസ്സാരമായി പാരസെറ്റമോൾ കഴിക്കുക, റെസ്റ്റ് എടുത്താൽ മാറുകയും ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ അസുഖമായിട്ടാണ് കുട്ടികളെ ഭൂരിപക്ഷം ഇത് ബാധിച്ചത്. വളരെ അപൂർവം മറ്റ് അസുഖങ്ങൾ, പ്രത്യേകിച്ച് ലുക്കീമിയ പോലെയുള്ള അസുഖം, ഹാർട്ടിന് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കുട്ടികളിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലടക്കം നമ്മൾ കോവിഡ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. നമ്മൾ മുതിർന്നവരായ ഒരുപാട് ആളുകൾ അവിടെ അഡ്മിറ്റ് ആവുകയും ഓക്സിജൻ കൊടുക്കേണ്ടി വരികയും കൂടുതൽ സങ്കീർണതകൾ വന്ന് നമ്മൾ കൂടുതൽ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ട്. കുട്ടികളെയും ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ട് ഞാനടക്കമുള്ള പീഡിയാട്രീഷ്യൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു കുട്ടിയെ പോലും ഒരു ദിവസം അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടില്ല. അത്ര നിസ്സാരമായിട്ടാണ് കുട്ടികൾക്ക് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഭാഗമായി ഇത് വന്നുപോയി കഴിഞ്ഞ ചില കുട്ടികളിൽ, വളരെ ചുരുക്കം കുട്ടികളിൽ, നമ്മളൊരു മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അത് കാണാറുണ്ട്. വളരെ ചുരുക്കം ആളുകൾക്കാണ്. പക്ഷെ അതിന് നമുക്ക് കൃത്യമായ ചികിത്സ ഉള്ള ഒരു അസുഖമാണ്. നമ്മൾ കോവിഡ് പോലെ അതിന് കൃത്യമായ മരുന്നുകൾ, ഫലപ്രദമായ മരുന്നുകൾ കോവിഡിന് നമുക്ക് ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം മുമ്പ് തന്നെ നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കവാസാക്കി അസുഖത്തിനോട് സാമ്യതയുള്ളത് കൊണ്ട് തന്നെ സമാനമായ രീതിയിൽ നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ എളുപ്പം ചികിത്സിക്കാവുന്ന അസുഖമാണ്. അതുപോലെയുള്ള ഒരുപാട് കുട്ടികളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കൃത്യമായി തന്നെ ചികിത്സിച്ച് ഭേദമാക്കുവാനും അതിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾ സൂചിപ്പിച്ച 1-2 സംശയങ്ങൾ ഞാൻ ആ രീതിയിൽ ആ സംശയങ്ങൾക്ക് മറുപടി കൂടെ പറയാം. അവർ ചോദിച്ചിരുന്നത് ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമുക്കതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ്. നമ്മൾ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണ്, കുറേ ആളുകൾ, നമ്മൾ വലിയ പ്രശ്നങ്ങളില്ലാത്തവർ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു അത് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. എന്നാലും ഞാൻ അതൊന്ന് ചെറിയ രീതിയിൽ പറയാം. 2 കാര്യങ്ങളാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പോസിറ്റീവായ ഒരാൾ വീട്ടിൽ മറ്റ് ആളുകൾക്ക് അത് കൊടുക്കാതിരിക്കണം. അതിനുവേണ്ടി ശരിക്കും നമുക്ക് 2 നില വീടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പൂർണ്ണമായും അവരെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റുകയും അവരുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നമ്മൾ നോക്കുകയും ചെയ്യണം. ഇനി അതല്ലെങ്കിലും നമുക്ക് 2 നില അല്ലെങ്കിലും അതിനാവശ്യമുള്ള സൗകര്യം വേണം. അവർ ശരിക്കും ഒരു റൂമിൽ തന്നെ നിൽക്കാൻ പാടുള്ളൂ. അവരുടെ ബാത്റൂമും അതുപോലെ അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാം വേറെ ആയിരിക്കണം. നമ്മൾ വീട്ടിൽ ആരെങ്കിലും അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായും മാസ്ക് ധരിക്കുകയും അതുപോലെ അവരുമായിട്ട് ടച്ച് വരുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയും ഒക്കെ നമ്മൾ കൃത്യം ചെയ്യണം. പിന്നെ അതിന് നമുക്ക് സൗകര്യമില്ലാത്ത ആളുകൾ, നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റികൾ ഇപ്പോഴുണ്ട്. ഇതുപോലെ വലിയ പ്രശ്നങ്ങളില്ലാത്തവർക്ക് താമസിക്കുവാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയാണ് നമുക്ക് നല്ലത്. കാരണം കഴിഞ്ഞ ഈ 2ാം തരംഗത്തിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അസുഖം കിട്ടിയത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഒരാൾ പോസിറ്റീവായി ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുന്ന രീതിയിലേക്കാണ് അത് വന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രോഗമുള്ള ആളുകൾക്ക് അവർക്ക് അസുഖം മൂർച്ഛിക്കുന്നതിൻ്റെ, ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരുന്നതിൻ്റെ ലക്ഷണങ്ങളും, കിതപ്പ് തോന്നുക, ശ്വാസമുട്ടുണ്ടാകുക, ഓക്സിജൻ്റെ അളവ് കുറയുക, ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ നന്നായി വിശ്രമിക്കണം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അശാസ്ത്രീയമായ ചികിത്സകളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒന്നും പുറകെ നമ്മൾ പോവാതിരിക്കാൻ നമ്മൾ വേണ്ടത്, നമുക്ക് കൃത്യമായി നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ആരോഗ്യ വകുപ്പും തരുന്ന നിർദ്ദേശങ്ങൾ മാത്രം നമ്മൾ ശീലിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഈ ആവി പിടിക്കുക. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് തന്നെ ഞാനൊരു കുട്ടിയെ കണ്ടത്. ഇവർക്ക് ആക്ച്വലി അവരുടെ വീട്ടിൽ ആർക്കും അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് എവിടെയോ അസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ വരാതിരിക്കാൻ ഈ ആവി പിടിക്കുന്നത് നല്ലതാണ് എന്ന ധാരണയിൽ ഇവർ ചെറിയ കുട്ടികളെ അടക്കം ഓരോ മണിക്കൂർ കൂടുമ്പോൾ ആവി പിടിപ്പിക്കുക. ഇത് പിടിപ്പിച്ച് കണ്ണും മൂക്കും ഒക്കെ ചോന്ന് അതിൻ്റെ സെക്കൻഡറി എഫക്റ്റ്, ചൂടുകൊണ്ടുള്ള ചെറിയ പൊള്ളലേറ്റിട്ട് തന്നെ കുട്ടികളെ കാണുകയുണ്ടായി. അപ്പോൾ അതുപോലെയുള്ള നമ്മൾ ചുട്ടുവൈദ്യങ്ങൾക്ക് പുറകെ നമ്മൾ പോവാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ കുട്ടികൾ ചോദിച്ച സംശയങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമ്മളിത് പകരുന്നത് എത്ര ദിവസം വരെയാണ് ഈ അസുഖം വന്നാൽ. അത് ആക്ച്വലി അതിൻ്റെ കണക്ക് നമുക്ക് ഓരോ ആളുകളിൽ തമ്മിൽ അത് വ്യത്യാസമുണ്ട്.
കാരണം നമുക്കറിയാം ചില ആളുകൾക്ക് 1 വീക്ക് കൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായ അസുഖങ്ങൾ മാറും. പക്ഷെ ചിലർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആഴ്ചകളോളൊക്കെ നീണ്ടു നിൽക്കുകയും ചെയ്യും. എന്നാലും ജനറലി ഒരു 10 ദിവസമാണ് നമ്മൾ ജനറലി പറയുക. ഒരു അധികം ആളുകളും നമുക്ക് അസുഖം വന്നൊരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ പകരാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ പൊതുവെ പറയുക. പക്ഷെ അതിൽ ചെറിയ മാറ്റങ്ങൾ ചില ആളുകളിൽ നമുക്കുണ്ടാകാം. പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. നമുക്ക് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കുവാൻ ഓക്സിജൻ വളരെ അത്യാവശ്യമാണ്. ഓക്സിജൻ നമുക്ക് കട്ടായാൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് പ്രധാനമായും നമ്മുടെ ശ്വാസകോശമാണ് അന്തരീക്ഷത്തിലുള്ള വായുവിൽ നിന്ന് ഓക്സിജൻ എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങളിലും ഈ ഹൈപ്പോക്സിയ, ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഈ ഹൈപ്പോക്സിയ ഉണ്ടാകും. അതിൽ ഹൈപ്പോക്സിയ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടും ശ്വാസമുട്ടും കിതപ്പും ഒക്കെ ഉള്ള രീതിയിൽ വലിയ പ്രയാസങ്ങളോടുകൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന അവസരത്തിലാണ് അധികവും നമുക്ക് ഹൈപ്പോക്സിയ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കോവിഡിൽ ചില ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും കാണിക്കാതെ നമ്മൾ ഓക്സിജൻ്റെ അളവ് പൾസ് ഓക്സിമീറ്റർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് മാത്രം ഈ ഹൈപ്പോക്സിയ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ആ ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളും കോവിഡായിട്ട് വീടുകളിൽ കഴിയുന്ന ആളുകളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് ഓക്സിജൻ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ചില ആളുകൾ നമ്മൾ ഇത് നെഗറ്റീവ് ആകാൻ എന്താണ് സമയമെടുക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് നമ്മുടെ ഓരോരുത്തരുടെ രോഗപ്രതിരോധ ശേഷി അനുസരിച്ചാണ്. നമുക്കറിയാം കുറേ ആളുകൾക്ക് ഇത് വന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഈ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ഒരു വലിയ സംവിധാനം തന്നെയുണ്ട്. ആ രോഗപ്രതിരോധ ശേഷി പല രീതിയിൽ ആളുകൾ തമ്മിൽ മാറ്റം ഉണ്ടാകും. അതിന് കുറേ ജനിതകമായ കാരണങ്ങളുണ്ട്. ചിലർക്ക് ജനിതകമായി തന്നെ പാരമ്പര്യമായി നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും. അതുപോലെ നമ്മുടെ ജീവിത ശൈലികളെ ആശ്രയിച്ചിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ, പ്രായം, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഈ പ്രതിരോധ ശേഷി. അപ്പോൾ നമുക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വൈറസിനെ അവർക്ക് തുരത്തി അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. പക്ഷേ പ്രതിരോധം കുറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ തന്നെ നീണ്ടു നിൽക്കും. അതുപോലെ നമുക്ക് കുറച്ച് അസുഖങ്ങൾ നീണ്ടു നിൽക്കുമെങ്കിലും അധികവും നമ്മളൊരു 10 ദിവസം, ഇനി മാക്സിമം പോയാൽ ഒരു 20 ദിവസമൊന്നും കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യത ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നമ്മളിത് ടെസ്റ്റുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ RT-PCR ടെസ്റ്റുകളൊക്കെ ചില ആളുകളിൽ കുറേ ആഴ്ചകൾ തന്നെ, ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞും പോസിറ്റീവ് ആകാറുണ്ട്. അതിനുള്ള കാരണം അവർക്ക് അസുഖം ഇത് പകരുന്നത് കൊണ്ടല്ല, അവരുടെ സ്രവങ്ങളിലൊക്കെ ഇതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ്, ആൻറ്റിജൻ പാർട്ടിക്കിൾ, വൈറൽ RNA പാർട്ടികളൊക്കെ അവരുടെ സ്രവങ്ങളിൽ ഉണ്ടാകാം. അത് കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അവരൊരിക്കലും ഈ അസുഖം പകർന്നു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ഒരുപാട് ആളുകൾ ഈ അസുഖം പകരുന്ന ഒരു സ്ഥിതി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, അതിലാണ് ഈ ശ്വാസം മുട്ട്, കിതപ്പ്, ഹാർട്ടിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് വരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. കോവിഡിൻ്റെ 1ാം തരംഗം ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ കൈ ശുചിയാക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, മാസ്ക് ധരിക്കുക, ഈ 3 കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ 2ാം തരംഗം വന്നതിൽ നമുക്കിതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കൂടെ മറ്റൊരു സഹായി കൂടെ വന്നു എന്നുള്ളത് വളരെ അധികം സന്തോഷിക്കാൻ വകയുള്ളൊരു കാര്യമാണ്. ജനുവരി 16 മുതലാണ് ഇന്ത്യയിൽ കോവിഡിൻ്റെ വാക്സിനേഷൻ എത്തിയത്. നമ്മൾ ചരിത്രത്തിൽ തന്നെ ഇത്ര വേഗത്തിൽ ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടത് മുമ്പ് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഏകദേശം 2 നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് ഈ വാക്സിനേഷൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് വലിയ നമ്മൾ സ്മോൾ പോക്സ്, വസൂരി അടക്കമുള്ള ഒരുപാട് രോഗങ്ങളെ ഇല്ലാതാക്കിയ, പോളിയോ ഏകദേശം നാമാവശേഷമാക്കിയ ഒരു പ്രതിരോധ രീതിയാണ് വാക്സിനേഷൻ. പലപ്പോഴും പല വാക്സിനുകളും വർഷങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നതും നമ്മുടെ മാർക്കറ്റിൽ എത്തുന്നതും. പക്ഷേ വളരെ വേഗത്തിൽ നമ്മുടെ ഇപ്പോഴുള്ള ശാസ്ത്രീയമായ വികസനത്തിൻ്റെ ഒക്കെ ഫലങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിനെതിരെ വാക്സിൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നമ്മുടെ നാട്ടിലത് എത്തുകയും ചെയ്തു. അപ്പം നമുക്ക് ഈ വാക്സിനേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഇപ്പോൾ ലൈസൻസ് ചെയ്തിരിക്കുന്ന 3 വാക്സിനാണ്. നമ്മൾ കുറച്ച് മാസങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കോവിഷീൽഡ്, കോവാക്സിൻ, ഇപ്പോൾ റീസെൻ്റ്ലി സ്പുട്നിക് വാക്സിനും അടുത്ത് തന്നെ ഈവൻ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.
അപ്പോൾ ഈ വാക്സിനേഷൻ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അതിൽ നമുക്ക് ആദ്യം എത്തിയിരുന്ന വാക്സിൻ കോവിഷീൽഡ് വാക്സിനാണ്. കോവിഷീൽഡ് നമ്മുടെ ഇന്ത്യയിൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയ ഇതൊരു വെക്ടർ വാക്സിൻ എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ വാക്സിൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോവിഡിൻ്റെ വൈറസിലെ ചില പാർട്ടിക്കിളുകളെ മറ്റൊരു നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു വൈറസിലേക്ക് അതിനെ ഇനോക്കുലേറ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ പാർട്ടിക്കിളിനെ നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെ കണ്ടുപിടിക്കുകയും അതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനെതിരെ ആൻറ്റിബോഡിയും അതിനെതിരെ പ്രതിരോധവും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോവിഷീൽഡ് വാക്സിനാണ് നമുക്ക് ആദ്യം എത്തിയത്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നൽകിയ വാക്സിനിൽ 90% കോവിഷീൽഡ് വാക്സിനാണ്. ഇതിന് നമുക്ക് 2 ഡോസുകളാണ്. ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് തുടക്കത്തിൽ നമ്മൾ ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു വാക്സിൻ കൊടുത്തിരുന്നത്, സെക്കൻഡ് ഡോസ് ബൂസ്റ്റർ ഡോസ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഒരു 80 ദിവസം കഴിഞ്ഞാണ് കൊടുക്കുന്നത്. അത് നമുക്കറിയാം, ഇത് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരിക്കലും നമ്മൾ വാക്സിൻ്റെ പഠനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. സാധാരണ നമ്മൾ 4 ട്രയലായിട്ടാണ് വാക്സിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നത്. അതിൽ 3ാമത്തെ ട്രയൽ കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ കൊടുക്കാം. എല്ലാവരും അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാ വാക്സിനിലും നമ്മൾ പോസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡി 4ാമത്തെ ഒരു ട്രയൽ നടക്കും. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വെച്ചുള്ള പഠനമാണ് അത്. അതിൻ്റെ ഭാഗമായി നമ്മൾ പുതിയ പഠനങ്ങളിൽ വന്നു, ഈ 2ാമത്തെ ഡോസ് ഏകദേശം ഒരു 3 മാസത്തിനോട് അടുപ്പിച്ച് കൊടുക്കുമ്പോഴാണ് കൂടുതൽ പ്രതിരോധം ലഭിക്കുന്നത് എന്ന് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇപ്പോൾ നമുക്ക് ഇതുപോലെ 80 ദിവസം കഴിഞ്ഞ് 2ാമത്തെ ഡോസ് എടുക്കുക എന്നുള്ള രീതി വന്നിരിക്കുന്നത്. നമ്മൾ ഒരു വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബൂസ്റ്റർ ഡോസ്, 2ാമത് എടുക്കുന്ന ഡോസ് തീർച്ചയായും ആ വാക്സിൻ തന്നെ ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. നമുക്ക് ആദ്യത്തെ ഡോസ് എടുക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധത്തെ ഒന്ന് സ്പീഡാക്കാൻ, ഒന്ന് അതിനെ വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പല വാക്സിനുകളും പല രീതിയിൽ ഉണ്ടാക്കപ്പെട്ടതായതുകൊണ്ട് മറ്റൊരു വാക്സിൻ കൊടുത്താൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ബൂസ്റ്റർ എഫക്റ്റ് ലഭിക്കുകയില്ല. 2ാമതായിട്ട് വന്നിട്ടുള്ള വാക്സിൻ കോവാക്സിനാണ്. അപ്പോൾ കോവാക്സിൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ വാക്സിനാണ്. ആക്ച്വലി ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾക്ക് ഈ കോവാക്സിനെ കുറിച്ച് ചെറിയ ഈ കോവാക്സിൻ നമ്മളെ കോവിഷീൽഡിനേക്കാൾ എന്തോ മോശമാണ് എന്നുള്ള ഒരു ധാരണ കുറേ ആളുകൾക്കൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും ചോദിക്കാറുണ്ട്, കോവിഷീൽഡ് ആണോ എന്നാൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, കോവാക്സിൻ ആണെങ്കിൽ വേണ്ട എന്നുള്ളൊരു രീതി പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ അത് അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു കാരണം നമ്മൾ കോവാക്സിൻ്റെ നമ്മൾ 3 ട്രയൽ സ്റ്റഡി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മളെല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു മുമ്പേ തുടർന്ന് പോരുന്ന ഒരു ശാസ്ത്ര നിയമമാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി പരിഗണിച്ച് ആ സ്റ്റഡി കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാൻ ലൈസൻസ് കൊടുത്തതിന് അന്ന് ശാസ്ത്രലോകം അതിനെ അന്ന് വിമർശിച്ചിരുന്നു. അതുപോലെ അത് ഈ കോവാക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റഷ്യയിൽ ആദ്യം വന്ന സ്പുട്നിക് വാക്സിനും സ്റ്റഡി കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് കൊടുത്തതിന് അവിടെയും ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ രീതിയെ മാത്രമാണ് അന്ന് വിമർശിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അതിൻ്റെ ട്രയൽ എല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കംപ്ലീറ്റ് ആയി 2ഉം വളരെ നല്ല വാക്സിനാണ്. കോവാക്സിൻ എന്ന് പറയുന്നത് ഈ വെക്ടർ വാക്സിനല്ല, ഒരു ഹോൾസെൽ, നമ്മൾ ആ വൈറസിനെ മുഴുവനായി നിർവീര്യമാക്കി, രോഗമുണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിൽ നിർവീര്യമാക്കി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന രീതിയാണ് കോവാക്സിൻ. അപ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമ്മൾ കോവിഷീൽഡിന് ഒരു ആവറേജ് 70% എന്ന് പറയുമ്പോൾ കോവാക്സിന് അത് ഒരു 80% എഫിക്കസി എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ കോവിഷീൽഡ് മോശമാണെന്നോ കോവാക്സിൻ കുറച്ചോ അങ്ങനെ നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയില്ല. 2ഉം നല്ല വാക്സിനുകൾ തന്നെയാണ്. അതുപോലെ 3ാമതായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്പുട്നിക് വാക്സിൻ, നമ്മുടെ റഷ്യയിൽ ഉണ്ടാക്കിയ ആദ്യം കൊടുത്തു തുടങ്ങിയ വാക്സിനാണ്. ഇതും ഒരു വെക്ടർ വാക്സിനാണ്. ഈ സ്പുട്നിക് വാക്സിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ 2 ഡോസ് എന്ന് പറയുന്നത് വ്യത്യസ്ത വാക്സിനുകളാണ്. ആദ്യത്തെ ഡോസിന് കൊടുക്കുന്ന അതേ വാക്സിൻ അല്ല 2ാമത്തെ ഡോസ്, അത് വേറെ തന്നെ ഒരു വാക്സിനാണ്. നമ്മൾ കോവാക്സിനും കോവിഷീൽഡൊക്കെ ആണെങ്കിൽ 2 ഡോസും ഒരേ വാക്സിൻ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ സ്പുട്നിക്കിന് 2 ഡോസും വ്യത്യസ്ത വാക്സിനുകളാണ് കൊടുക്കുന്നത്. അത് 3 ആഴ്ച ഇടവേളയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം 90% പ്രതിരോധം ആർജിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ കണക്കെടുക്കുമ്പോൾ സ്പുട്നിക് വാക്സിൻ മറ്റ് 2 വാക്സിനേക്കാളും മികച്ചതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ 70%, 80%, 90% എന്ന കണക്കുകളൊക്കെയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് ബാക്കിയുള്ള ശതമാനം വാക്സിൻ ഫെയിലിയർ എന്നതല്ല.
ഈ വാക്സിൻ എടുത്തതിൽ ഈ 30% ആളുകൾക്ക് ചെറിയ രീതിയിൽ രോഗം വരാം എന്നേ അതിനർത്ഥമുള്ളൂ. നമ്മളെല്ലാ വാക്സിനുകളും 100% സീരിയസ് അസുഖങ്ങൾ ഉണ്ടാക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുന്നതിന് 100% തന്നെ ഏകദേശം തടയും എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. അപ്പോൾ നമ്മൾ വാക്സിൻ എടുത്ത ആളുകൾക്ക് അസുഖം വന്നാലും അത് വളരെ നിസ്സാരമായ രീതിയിൽ പോകുന്നതാണ് നമ്മൾ അധികം കണ്ടത്. നമ്മൾ കഴിഞ്ഞ തവണ ഇവൻ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ വാക്സിൻ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും കണ്ടതാണ്, അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് എന്നല്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ 5 ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജ് ആയിപ്പോയി. അതുപോലെയാണ് നമ്മൾ വാക്സിൻ എടുത്ത ആളുകൾക്ക് ഈ ഫെയിലിയർ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏത് വാക്സിൻ എടുക്കാനാണോ ആദ്യം നമുക്ക് അവസരം ലഭിക്കുന്നത് ആ വാക്സിൻ നമ്മൾ എടുക്കുക. അതല്ലാതെ അതിനിടയിൽ നമ്മൾ നല്ലത് അതാണ്, ഇതിന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് വാക്സിൻ എടുക്കാൻ അവസരം ലഭിച്ചാലും നമുക്കത് ആദ്യം എടുക്കാം. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴാണ് വാക്സിൻ എത്തുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളെ കുട്ടികളുടെ ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കാനഡ അതുപോലെ US അമേരിക്കയിലൊക്കെ 12 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഓൾറെഡി വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലും അതിൻ്റെ പഠനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പം 2 ദിവസം മുമ്പാണ് ഗർഭിണികൾക്ക് വാക്സിൻ സ്വീകരിക്കാം എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുലയൂട്ടുന്ന അമ്മമാർക്കും അതുപോലെ ഗർഭിണികൾക്കും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും വാക്സിൻ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുലയൂട്ടുന്ന അമ്മമാർക്ക് എടുക്കാം, ഗർഭിണികൾക്കും എടുക്കാം എന്നുള്ളത് വന്നു. അപ്പോൾ കുട്ടികളുടെ പഠനം ഏകദേശം ആവുന്നതിനനുസരിച്ച് അധികം വൈകാതെ തന്നെ കുട്ടികൾക്കും വാക്സിൻ ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതിനെ പൂർണ്ണമായും കോവിഡിൽ നിന്നും മുക്തി നേടി നമ്മുടെ ഇതുപോലെ മാസ്കും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പഴയതുപോലെ നമുക്ക് സ്കൂളുകളിലും അതുപോലെ നാം ബന്ധപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും പഴയതുപോലെ തന്നെ നമുക്ക് ഇടപെടാനും നമുക്ക് ഓടിച്ചാടി നടക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ